പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന് നല്ല തിക്കായിട്ടുള്ള ബോർഡറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സാരി വെച്ചിട്ട് എങ്ങനെയാണ് കുർത്തി സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2.5 മീറ്റർ ലൈനിങ് മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിങ് മെറ്റീരിയലിന് നല്ല വിഡ്ത്ത് വരുന്നുണ്ട്. ഏകദേശം 44 ഇഞ്ചോളം ഇതിന് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല വിഡ്ത്തുള്ള തുണി ആയതുകൊണ്ട് ഞാനിത് വിഡ്ത്ത് വൈസാണ് മടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മടക്കുന്നതെന്നുള്ളത് ഞാനൊരു പേപ്പറിൽ മടക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കും. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മടക്കും. എന്നിട്ട് നമ്മളിതിൽ ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യും. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇനി കാണിക്കുന്ന രീതിയിലാണ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് സാധാരണ മടക്കാറുള്ളത് നമ്മൾ. എന്നിട്ടാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ആദ്യം കാണിച്ച രീതിയിലാണ് തുണി മടക്കുന്നത്. അപ്പോൾ ആദ്യം കാണിച്ച രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇത് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ മടക്കുന്നുണ്ട്. അങ്ങനെ തുണി 4ആയിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട്. അതിന് ശേഷം ഇതിൽ ഞാൻ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യും. അപ്പം ഇത് 4ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്, കണ്ടില്ലേ? ഫുൾ ലെങ്ത്ത് 44 ഇഞ്ച് വരുന്നുണ്ട്. അത് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട്. കുർത്തിക്ക് 45 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ലൈനിങ് 1 ഇഞ്ച് കുറവ് മതി. അപ്പോൾ 44 ഇഞ്ച് കറക്റ്റാണ്. അതിന് ശേഷം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അതിന് ശേഷം 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി നമുക്കൊന്ന് ഇതുപോലെ യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 42 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 1/4 ഭാഗം നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പം 1/4 ഭാഗം 42ൻ്റെത് വരുന്നത് 10.5 ആണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടി എടുത്തിട്ട് ഞാൻ 11ൽ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച് വരും. 1/2 ഇഞ്ച് ലൂസും കൂടി കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അതും മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് അതും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. അടുത്തത് ഹിപ്പ് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്ത് 21.5 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹിപ്പ് റൗണ്ട് എനിക്ക് വരുന്നത് 46 ഇഞ്ചാണ്. 46ൻ്റെ 4/1 ഭാഗം 12.5 വരും. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ 1 ഇഞ്ച് മാത്രമേ സീം അലവൻസ് കൊടുക്കുന്നുള്ളൂ. അത് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവിടെ വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ് 1 ഇഞ്ച് മാത്രം ഇവിടെ സീം അലവൻസ് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളിതും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി താഴെ കുർത്തിയുടെ വിരിവ് ഞാനൊരു 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും കൂടി മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് ആ ഒരു പോയിൻറ്റും ഇവിടെ മുകളിൽ വരച്ചിരിക്കുന്ന ആ ലൈനും എല്ലാം കൂടി ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്കിന് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും ഇതിൽ തന്നെ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ്. എന്നിട്ട് അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈനിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് 7.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഹാഫ് 3.25 നമുക്കിതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. പിന്നെ ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലോട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നമുക്ക് ഈ ആം ഹോള് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ. അതിന് ശേഷം നമുക്ക് ഈ വരച്ചെടുത്ത ലൈനെല്ലാം വെച്ചിട്ട് ഒന്ന് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ എല്ലാം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് നമ്മളിതുപോലെ
ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്തുമായിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്പേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇനി ഇങ്ങനെ കൂട്ടി വരക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത സീം അലവൻസ് നിന്ന് എടുത്താലും മതി. ചിലർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം കുറച്ച് എക്സ്ട്രാ കൊടുക്കാറുണ്ട് ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി കുർത്തിയുടെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള അത്ര ക്ലോത്ത് ഞാൻ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ് മെറ്റീരിയൽ മടക്കി അതേ രീതിയിൽ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ചാണ്. അത് മുഴുവനായിട്ട് ഞാൻ കുർത്തിയുടെ ലെങ്ത്തായിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് മെറ്റീരിയൽ ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല, അത് ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യേണ്ട സമയത്ത്. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഇത് ആദ്യം 2ആയി മടക്കി അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിഡ്ത്ത് എടുക്കേണ്ടത് മടക്കി കഴിയുമ്പോൾ നമ്മൾ ആം ഹോൾ ലെങ്ത്ത് ഞാൻ 8 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 11 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 11 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ലീവ് ലെങ്ത്ത്. ഇനി അവിടുന്ന് നമുക്ക് താഴത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇവിടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് താഴെ നിന്ന് മുകളിലോട്ടേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് ആ ലൈനിൽ നമുക്കൊരു 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്കിതാ ഈ ഒരു ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി ഇതാ ഈ ഒരു ലൈനൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ 11 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 5.5 ഇഞ്ച് വരും. അത് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് അകത്തോട്ടേക്ക് 1/2 ഇഞ്ചും ഈ ഒരു ഭാഗത്ത് പുറത്തോട്ടേക്ക് 1/2 ഇഞ്ചും വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. എനിക്ക് ടോട്ടൽ സ്ലീവ് റൗണ്ട് വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5.5 ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഞാനൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 പോയിന്റും കൂടി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നോർമൽ സ്ലീവാണ്. അപ്പോൾ ഞാൻ ഇതിനൊരു ചെറിയ പഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഇതുപോലെ 2 ഇഞ്ചിലൊന്ന് മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് നമുക്കിതിൻ്റെ മിഡിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. പഫ് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത് ഞാനൊരു ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മെയിൻ സ്ലീവിന് വേണ്ടിയിട്ട് ഈ ഒരു കസവൊക്കെ വരുന്ന ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ആദ്യം ചെയ്തതുപോലെ ലൈനിങ് ചെയ്ത പോലെ 4ആയി മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത ലൈനിങ് പീസ് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിങ് മുഴുവനായിട്ടും കഴിഞ്ഞു. അപ്പോൾ ഈ ലൈനിങ് വെച്ചിട്ടുള്ള കുർത്തീൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.